പ്രീസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവമക്കളെയും വിശേഷാൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെയും വന്ദനം ചെയ്യട്ടെ. തുടർമാനം നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഓരോ നിമിഷങ്ങളിലും കർത്താവ് തൻ്റെ ഇടപെടലുകൾ നമ്മുടെ മധ്യത്തിൽ അയക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഈ ചർച്ചിൻ്റെ അഭിവൃദ്ധിയും അനുഗ്രഹവും ഞങ്ങളുടെയും വ്യക്തിപരമായ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഓർക്കുമ്പോഴൊക്കെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട സജി പാസ്റ്റർ സഹോദരി ഞങ്ങൾക്ക് ഒത്തിരി ഹൃദയെടുപ്പമുള്ള, ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ആത്മിക ബന്ധമുള്ള കർത്തൃദാസിയാണ്. ക്രിസ്തുവിൽ ഇന്ന് ഒത്തിരി ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതനായ കർത്തൃദാസനാണല്ലോ പ്രിയ പാസ്റ്റർ ഷാജി പോൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ജ്യേഷ്ഠ സഹോദരിയെ പോലെയാണ്. അത്ര ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്തൃദാസി. അതുകൊണ്ട് തന്നെ ദൈവദാസിയുമായുള്ള അടുത്ത ബന്ധം, അതുകൊണ്ട് തന്നെ ഈ സഭയെ നേരത്തെ മുതൽ അറിയുവാനും ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും ഇടയായിട്ടുണ്ട്. വീണ്ടും പ്രാർത്ഥനകളിൽ ഓർക്കാം. ഞങ്ങളെയും പ്രാർത്ഥനകളിൽ ഓർക്കണേ എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. മുഖവരകൾ ദീർഘിപ്പിക്കാതെ ഒരു വചനത്തിലേക്ക് വേഗം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാം. 84-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഈ പകലിൻ്റെ ചിന്തകൾക്ക് ആധാരമായി നമുക്ക് ശ്രദ്ധിക്കാം. 84-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ. കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, അങ്ങയുടെ യാഗപീഠങ്ങളെ തന്നെ. അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അങ്ങയെ നിത്യം സ്തുതിച്ചുകൊണ്ട് ഇരിക്കും. ഭാഗ്യനിർഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നന്നായിട്ടറിയാം എന്താണ് ഭാഗ്യം, എന്താണ് നിർഭാഗ്യം. ഒരു കാര്യം സത്യ, ഇപ്പം ഭാഗ്യമാണെന്ന് ഉറപ്പിക്കുന്നത് പലതും അടുത്ത നിമിഷത്തിൽ നിർഭാഗ്യമായി മാറുവാൻ സാധ്യതയുള്ളൊരു ലോകത്തിലാണ് നാം ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 ഉദാഹരണങ്ങൾ പറയാം. അടുത്ത സമയത്ത് ഞാൻ വായിച്ചൊരു പത്രവാർത്തയാണ്. ഒരു മനുഷ്യന് കേരള ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 1ാമത്തെ സമ്മാനം ലഭിച്ചു. അദ്ദേഹം ആ ടിക്കറ്റ് മാറാനായിട്ട് ബാങ്കിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. ആദ്യം ആ ടിക്കറ്റ് ഭാഗ്യമായിരുന്നു. തൊട്ടടുത്ത നിമിഷം അതേ ടിക്കറ്റ് തന്നെ എന്തായി മാറി? നിർഭാഗ്യമായി മാറി. മറ്റൊരു സംഭവം ഓർക്കുന്നുണ്ട്. കുറേ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു കാർ യാത്ര പാലക്കാട് ഭാഗത്തൂടെ. കാറ് 150 അടി താഴ്ചയുള്ളൊരു കൊക്കയിലേക്ക് മറിഞ്ഞു. എല്ലാവരും തന്നെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. നിസ്സാര പരിക്കുകൾ. പക്ഷേ വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഇവിടെ വന്ന ഒരു ആംബുലൻസിൽ അവരെല്ലാവരും കൂടെ കയറി. ആംബുലൻസ് പോകുന്ന വഴിക്ക് വീണ്ടും അത് ആക്സിഡൻറ്റിൽപ്പെട്ട് 3 പേര് മരിച്ചു. ഇതാ ലോകം. ഇപ്പം ഭാഗ്യമാണെന്ന് ഉറപ്പിക്കുന്നത് പലതും അടുത്ത നിമിഷം നിർഭാഗ്യമായി മാറുന്ന ഒരു ലോകം. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മണിക്കൂറുകൾ എത്ര മാറിയാലും, ദിവസങ്ങൾ എത്ര മാറിയാലും, ആഴ്ചകൾ എത്ര മാറിയാലും, മാസങ്ങൾ എത്ര കടന്നുപോയാലും, ആണ്ടുകൾ എത്ര കൊഴിഞ്ഞു പോയാലും മാറാത്ത ഒരു ഭാഗ്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അതാ ദൈവത്തെ സേവിക്കുന്നത്. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിനെ കണ്ടുമുട്ടിയതാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനൊക്കെ ഇരിപ്പുണ്ട്? സങ്കീർത്തനക്കാരനും പറയുക, ആലയത്തിൽ വസിക്കുന്നത് എന്താ? ഭാഗ്യം. ആരാ പറയുന്നത് ആലയത്തിൽ വസിക്കുന്നത് ഭാഗ്യമാണെന്ന്? നമ്മളെല്ലാവരും പറഞ്ഞു. നമ്മളെല്ലാവരും പറഞ്ഞത് നമ്മുടെ അഭിപ്രായമല്ല. ഒരാൾ എഴുതിയ കാര്യം നമ്മൾ എന്ത് ചെയ്തതാ? എടുത്ത് പറഞ്ഞതാ. ആരാ ഇത് എഴുതിയിരിക്കുന്നത്? ആ സങ്കീർത്തനത്തിനൊരു തലക്കെട്ടുണ്ട് അല്ലേ? എന്താ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട്? സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരകപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. ഗത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ പാട്ടിൻ്റെ താളമാണ് ഗദ്യരാഗം. കർണാട്ടിക് മ്യൂസിക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേകതരം താളത്തിൽ പാടുന്ന പാട്ടാണ് ഏത്? ഗദ്യരാഗം.
ഈ ഗത്യരാഗത്തിൽ പാട്ട് പാടിയിരിക്കുന്നത് ആരാ? കോരപുത്രന്മാരാ. കോരപുത്രന്മാരാരാ? അതിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് വേണം അറിയാനായിട്ട്. വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നേച്ച് ഇവിടുത്തെ സഭയോട് ഞാൻ ചോദിച്ചു കോരപുത്രന്മാരാരാന്ന്. അന്നേരം ഒരു പറയാം കോരകിൻ്റെ മക്കളാ കോരപുത്രന്മാരാന്ന്. ഇത് തിരുവല്ലയിലിരുന്നാലും എനിക്കറിയാൻ പറ്റുന്ന കാര്യമല്ലേ? പാട്ടുകാരാ. ഞാനതൊന്നുമല്ല ചോദിച്ചേ, അവരുടെ പേരെന്താന്ന് പറയാമോ എന്നാണ് ചോദിച്ചേ. കോരപുത്രന്മാരുടെ പേര് ചിലർ ഇരിപ്പോട്ടിട്ട് ഇപ്പം സ്വന്തം പേരൂടെ മറന്നു വെച്ചിരിക്കുന്ന ഒരു ലക്ഷണത്തില്ല. ഒന്ന് വായിച്ച് നോക്കിക്കേ, അവരുടെ പേര് ബൈബിളിൽ ഉണ്ടോയെന്ന് നോക്കിക്കേ. ഒന്ന് വായിച്ച് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽഖാന, അബിയാസാഫ്, ഇവ കോരഹിയ കുലങ്ങൾ. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽഖാന, അബിയാസാഫ്, ഇവ കോരഹിയ കുലങ്ങൾ. അപ്പൊ കോരഹിന് 3 ആൺപിള്ളാരാ. ആരൊക്കെയാ? 1 അസൂര്, 2 എൽഖാന, 3 അബിയാസാവ്. എനിക്ക് 3 ആൺപിള്ളാരാ. എൻ്റെ പിള്ളേരുടെ പേരല്ല ഈ പറഞ്ഞത്, ഇത് കോരഹിൻ്റെ പിള്ളേരുടെ പേരാണ് പറഞ്ഞത്. ഏതൊക്കെയാ? അസൂര്, എൽഖാന, അബിയാസാവ്. ഇവരെഴുതിയതെന്ന് പറയുന്ന പല സങ്കീർത്തനങ്ങൾ ബൈബിളിലുണ്ട് അല്ലേ? നമ്മുടെ സഭയിൽ പാസ്റ്ററൊക്കെ അത് മാറി മാറി എന്ത് ചെയ്യാറുണ്ട്? വായിക്കാറുണ്ട്. ഏതേലും സങ്കീർത്തനത്തിനകത്ത് അസൂർ എഴുതിയ സങ്കീർത്തനമെന്നോ എൽഖാന എഴുതിയ സങ്കീർത്തനമെന്നോ അബിയാസാവ് എഴുതിയ സങ്കീർത്തനമെന്നോ എല്ലാം വായിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാ സങ്കീർത്തനത്തിനകത്തും ഒറ്റ കാര്യമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. എന്താ? കോരപുത്രന്മാരുടെ സങ്കീർത്തനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരാരാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇവരുടെ അപ്പനായ കോരകാരാണെന്ന് എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ? നമ്മൾ ആ വംശാവലിയിൽ നിന്നൊന്ന് തുടങ്ങുകയാണ്. ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. പത്തനംതിട്ടയിലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ കൂടുന്ന പ്രിയ ഡോക്ടർ ജോയൽ ടിജി അവരും ഇന്ന് ഈ ആരാധനയിലുണ്ട്. അവരെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ദൈവം ഒത്തിരി വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കുടുംബമാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട ഒരു കുടുംബമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ കൂടെ ഓർക്കണം. അപ്പം നമുക്കറിയാം ഇവരാരാണെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇവരുടെ അപ്പനാരാന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ? കോരകാരാന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും മുമ്പലത്തെ പോലൊക്കെയുള്ള മറുപടിയാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് എനിക്കറിയാം. ഇച്ചിരി കൂടെ വേണം നിങ്ങൾ പറയും, ഉദ്ദേശിയോട് വഴക്കുണ്ടാക്കിയവരാന്ന് വേണേലും പറയും. ഞാൻ ഏതായാലും അത് ഇഷ്ടപ്പെടുന്നില്ലാത്തത് കൊണ്ട് ആ വംശാവലി നമുക്കൊന്ന് നോക്കാം. ഒന്ന് വായിച്ചേ ആ ജീനിയോളജി. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കോരകാരാന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുക. സംഖ്യാപുസ്തകം 16:1. ഞാൻ ഇച്ചിരി ഈ റാന്നിക്കാരായതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. ഈ ബന്ധം പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര മിടുക്കരാ. അതുകൊണ്ട് റാന്നിയിലുള്ള പെരുമ്പയിലെ അച്ഛനിരുന്ന് ചിരിക്കുന്നു. അതാ ഞങ്ങളുടെ ഒരു കുഴപ്പമാണ് അത്. അന്നേരം എവിടെ പോയാലും ബന്ധം ഇങ്ങനെ പറയും. ഇവിടെ കുറേ ബന്ധം ആദ്യം പറയാൻ പോകുന്നത്. ഈ ബന്ധം പറയുമ്പോൾ ചുമ്മാ അത് ബോറാന്നും പറഞ്ഞ് ഉറങ്ങിയൊന്നും പോകരുത്. അങ്ങനെ ഉറങ്ങിപ്പോയാൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല? മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ വരണം. വായിച്ചേ സംഖ്യാപുസ്തകം 16:1. എന്താ? ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഹാരിന്റെ മകൻ കോരഹ്. അപ്പൊ കോരഹാരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അവിടെ പറയുന്നത്. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ്. ആരാ? ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ അപ്പം ലേവിയുടെ മകൻ്റെ പേര് കെഹാത്ത് അല്ലേ? കെഹാത്തിൻ്റെ മകൻ്റെ പേര് ഇസ്ഹാർ. ഇസ്ഹാരിൻ്റെ മകൻ്റെ പേര് കോരഹ്. അപ്പം ലേവിയുടെ മകൻ്റെ കൊച്ചുമകൻ്റെ പേരാണെന്ത്? കോരഹ്. ലേവിയുടെ മകനായ, ഒന്നുറക്കെ പറഞ്ഞേ, ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ്. ഞാൻ ഈ വംശാവലി പറഞ്ഞത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചല്ലോ? ശ്രദ്ധിച്ചു. ഒന്നുകൂടെ പറഞ്ഞേ. ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ്. ഇതേ വംശാവലിയുടെ അകത്ത് ഞാനൊരു ചെറിയ വ്യത്യാസം വരുത്താൻ പോവാം. നമ്മളിപ്പോൾ പറഞ്ഞത് ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ് എന്നാണ് പറഞ്ഞത്. ഞാൻ വരുത്താൻ പോകുന്ന വ്യത്യാസം ശ്രദ്ധിച്ചു കേട്ടോണേ. ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ അമ്രാമിൻ്റെ മകൻ എന്ന് പറഞ്ഞ ആര് വരും ഇവിടെ? ആരോ പറഞ്ഞു. അത് തന്നെ മോശ വരും അല്ലേ?
ഒന്ന് സംശയമുണ്ടോ ഒന്ന് വായിച്ചു നോക്കിക്കേ. പുറപ്പാട് 6:18, പുറപ്പാട് 6:20. വേഗം വായിച്ചേ. കഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കെഹാത്തിന്റെ ആയുഷ്കാലം 133 സംവത്സരം. 20-ാം വാക്യം. അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യോഖേബെദിനെ വിവാഹം കഴിച്ചു. അവൾ അവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു. അപ്പം ശ്രദ്ധിച്ച്, കെഹാത്ത് ലേവിയുടെ മകൻ്റെ പേരാ കെഹാത്ത്. ഈ കെഹാത്തിന് 4 പിള്ളേരാ, അതും 4 ആൺപിള്ളേർ. എന്തൊക്കെയാ പേര്? മൂത്തവൻ്റെ പേര് അമ്രാം, രണ്ടാമത്തവൻ്റെ പേര് ഇസ്ഹാർ, മൂന്നാമത്തവൻ്റെ പേര് ഹെബ്രോൻ, നാലാമത്തവൻ്റെ പേര് ഉസിയേൽ. അതിനകത്ത് മൂത്ത മോൻ അമ്രാം. അമ്രാമിൻ്റെ മക്കളുടെ പേരാണ്, അമ്രാമിന് യോഖേബെദിൽ ഉണ്ടായ കുഞ്ഞുങ്ങളുടെ പേരാണ് എന്തൊക്കെ? അഹരോനും മോശയും. അമ്രാമിൻ്റെ നേരെ അനിയൻ ആരാ? ഇസ്ഹാർ. ഇസ്ഹാരിൻ്റെ മോൻ കോരഹ്. സംഖ്യ 16:1. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മോനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? കെഹാത്തിന്റെ മൂത്ത മോൻ്റെ പേര് അമ്രാം. അമ്രാമിൻ്റെ മക്കള് അഹരോനും മോശയും. അമ്രാമിൻ്റെ നേരെ അനിയൻ്റെ പേര് ഇസ്ഹാർ. ഇസ്ഹാരിൻ്റെ മോൻ്റെ പേര് കോരഹ്. അപ്പം മോശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കോരഹാരാ? അത് തന്നെ, മോശയുടെ അപ്പൻ്റെ പേര് അമ്രാം. അമ്രാമിൻ്റെ അനിയൻ്റെ പേര് ഇസ്ഹാർ. ഇസ്ഹാരിൻ്റെ മോൻ്റെ പേര് കോരഹ്. അപ്പോൾ മോശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കോരഹാരാ? ഫസ്റ്റ് കസിൻ. അത് ഇംഗ്ലണ്ടിൽ പറയുന്നത്. റാന്നിയിലാണ് ഉപ്പാപ്പൻ്റെ മോനെന്ന് പറയും അല്ലേ. ഈ തൃശ്ശൂരാണ് എന്താ പറയും? ചെറിയച്ഛൻ്റെ മോനെന്ന് പറയും. അങ്ങ് തിരുവനന്തപുരത്താണ് കൊച്ചച്ഛൻ്റെ മോനെന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ കോരഹാരാന്ന് മനസ്സിലായോ? മോശയുടെ ഉപ്പാപ്പൻ്റെ മോന്. ഒരു പാതി സമാധാനമായി അല്ലേ. ഉദ്ദേശിമാരൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ ഓർക്കെങ്ങാണ്ട് മഹോദരവകാലത്തൊന്ന് കയറി വന്ന മനുഷ്യനാന്ന് ഓർക്കും അല്ലേ. അല്ല, സത്യത്തിൽ മോശയുടെ ഫസ്റ്റ് കസിൻ ആര്? ഹലോ, മനസ്സിലാകുന്നുണ്ടോ? മോശയുടെ അപ്പൻ്റെ അനിയൻ്റെ മോനാണ് ആര്? കോരഹ്. മോശയുടെ അപ്പൻ്റെ അനിയൻ്റെ മോനാണേലും മോശയുടെ പേര് എഴുതിയിരിക്കുന്നത് പോലാണോ കോരഹിൻ്റെ പേര് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? അല്ല. കോരഹിൻ്റെ പേര് ഏത് ഗണത്തിൽപ്പെടുന്നതാണെന്ന് ബൈബിൾ തന്നെ പറയാം. വായിച്ചേ, സംഖ്യാപുസ്തകം 26:10-11 വാക്യം. ഭൂമി വായി തുറന്നവരെയും തീ 250 പേരെയും ദഹിപ്പിച്ച സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. ദേ ബിക്കം എ സൈൻ. അവരൊരു അടയാളമായി തീർന്നു. കോരഹാരായി മാറി. ബൈബിൾ പഠിക്കുമ്പോൾ 2 കൂട്ടരാ ബൈബിളിലുള്ളത്. ഒരു കൂട്ടരെ ദൈവം അനുഗ്രഹമാക്കി വച്ചിരിക്കുക, മറ്റൊരു കൂട്ടരെ ദൈവം അടയാളമാക്കി വച്ചിരിക്കുക. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും അല്ലേ, നിന്നാൽ അനുഗ്രഹം ഉണ്ടാകും. അപ്പം ഒരു വലിയ വിളിയാണ് നമ്മുടെ പേരുള്ളത്. നീ അനുഗ്രഹിക്കപ്പെടുകയും വേണം, നിന്നാൽ എന്തുണ്ടാകുകയും വേണം? അനുഗ്രഹിക്കപ്പെടുകയും വേണം. അപ്പം അബ്രഹാമിനെ ദൈവം വിളിച്ചത് അനുഗ്രഹമാകാനാ. അപ്പോൾ തന്നെ കോരഹ് അടയാളം, സോദോം ഗോമോറ അടയാളം, ബിലയാം അടയാളം അല്ലേ. മിസ്രയീമിൽ അല്ലെ യൂദായുടെ ലേഖനം 5-ാം വാക്യം. നിങ്ങൾ സകലം ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഞാൻ ഓർപ്പിപ്പാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അടുത്തത് തങ്ങളുടെ വാഴ്ച കാക്കാത്ത ദൂതന്മാർ, അതുപോലെ തന്നെ അതെ സോദോം ഗോമോറ പട്ടണക്കാര്. 11-ാം വാക്യം. അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ അകപ്പെടുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന. അപ്പൊ ഇവരെല്ലാം ചർച്ചിലുണ്ടെന്ന്. ആരാ? സ്നേഹസത്യ, ലവ് ഫീസ്റ്റ്, നമ്മുടെ കൂട്ടായ്മയിൽ ഇവരെല്ലാം ഉണ്ട്. ഹലോ, ആരൊക്കെ? മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെട്ടവരുമുണ്ട്, വാഴ്ച കാക്കാത്ത ദൂതന്മാരുമുണ്ട്, സോദോം ഗോമോറക്കാരുമുണ്ട്, കായീനുമുണ്ട്, ബിലയാമുമുണ്ട്, കോരഹുമുണ്ട്. 6 കൂട്ടരും അടയാളമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ദൂതന്മാരടയാളമായി? എന്താ അടയാളം? സ്ഥാനമോഹം മനുഷ്യനെ എന്താക്കി മാറ്റും? ഉറക്കപ്പറ, അടയാളമാക്കി മാറ്റും. എന്താ ഇസ്രയേലിൻ്റെ കുഴപ്പം? പിറുപിറുപ്പ് അവരെ ആരാക്കി മാറ്റി? അടയാളമാക്കി. സോദോം ഗോമോറ, സോദോമൊക്കെ എങ്ങനെ ഇരുന്ന യഹോവയുടെ തോട്ടം പോലെ അല്ലേ, അങ്ങനെയല്ലേ വായിക്കുന്നത്? അത് ഇംഗ്ലണ്ട് പോലല്ല, യഹോവയുടെ തോട്ടം പോലെ. യഹോവയുടെ തോട്ടം ഏതാൻ തോട്ടം? ഏതാൻ തോട്ടം പോലിരുന്ന സ്ഥലവാസോദം. പക്ഷെ ദുർമാർഗം അവരെ ആരാക്കി മാറ്റി? അടയാള. കൈൻ സ്വച്ഛാരാധന, സ്വന്തം ഇഷ്ടത്തിനുള്ള ആരാധന ഒരുവനെ എന്താക്കി മാറ്റും? അടയാളമാക്കും. ബിലയാം ദ്രവ്യാഗ്രഹം അടയാളമാക്കും. കോരഹ് മത്സരം എന്താക്കി മാറ്റി? ഉറക്കപ്പറ.
അപ്പൊ അനുഗ്രഹമാണെങ്കിലും അടയാളമാകണമെങ്കിലും അത് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? സ്തോത്രം. ഇവർ നിങ്ങളുടെ സ്നേഹസത്യങ്ങളിൽ മറിഞ്ഞ് ഇങ്ങനെയുള്ളവരൊക്കെ സഭയ്ക്കകത്തുണ്ടെന്ന്. സത്യത്തിൽ അരിയുടെ കൂടെ കല്ല് കിടന്ന അരിയെക്കാട്ടിൽ ആക്റ്റീവ് കല്ല അല്ലേ? തിളയ്ക്കുമ്പം എനിക്ക് തോന്നുന്നതോ അരി തിളയ്ക്കുന്നതിനേക്കാൾ ശബ്ദം കേൾപ്പിക്കുന്നത് കല്ല. ഊറ്റുമ്പം അത് ഒതുങ്ങിക്കിടക്കും. വിളമ്പുമ്പം അരി ചാടുന്നതിനേക്കാൾ പെട്ടെന്ന് തവിക്കാത്തത് ചാടിക്കേറും അല്ലേ? ഈ വിളമ്പുമ്പോഴൊന്നും കുഴപ്പമില്ല. ഇനി 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 ഇതിന് കറി ഒഴിക്കും, അന്നേരം കുഴപ്പമില്ല. ഉരുട്ടുമ്പോൾ അത് ചാടിക്കേറും ഇതിനകത്ത്. ചവയ്ക്കുമ്പോഴേ ഉള്ളൂ കുഴപ്പം. അപ്പൊ യഥാർത്ഥ ആത്മീകത മനസ്സിലാകുന്നത് എപ്പോഴാ? അവരെ പല്ലെ സ്പർശിക്കണം. സ്വന്തം സ്വഭാവം അറിയണമെങ്കിൽ ചില വിഷയങ്ങളെ തൊടുമ്പോഴാണ് നമ്മൾ ആത്മീകരാന്നറിയുന്നത്. സ്തോത്രം. ഞാൻ ഇന്ന് പകൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ഈ ചർച്ചയിലുള്ള എല്ലാ ദൈവമക്കളും അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. എനിക്കങ്ങനെ വിശ്വസിക്കുന്നതിന് ഒരു മുടക്കവും ഇല്ല. കാര്യം ഞാനിപ്പോൾ 1 മണി കഴിയുമ്പം പോവാം. നിങ്ങൾ തന്നെ ചിന്തിച്ചോട്, നിങ്ങൾ അനുഗ്രഹമാണോ അതോ അടയാളമാണോ? ഒരു കാര്യം ഞാൻ പറയാം, ഉന്നത വിളിയാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരടയാളമായിട്ട് അവസാനിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. എന്നെ ദൈവം വിളിച്ചത് ഒരനുഗ്രഹമാകാനാ. എനിക്ക് ഒരനുഗ്രഹമാകണമെന്ന് കൊതിയുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. എനിക്കൊരു അനുഗ്രഹമായി മാറണം. എൻ്റെ കുടുംബം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണെന്ന് ലോകം പറയണം. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. എൻ്റെ സഭ ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ലോകം പറഞ്ഞില്ലേലും ആര് പറയണം? ദൈവം പറയണം. കോരഹ് അടയാളമായി മാറി. കോരഹ് അടയാളമായി മാറിയ അതേ തലമുറയിൽ 26:11 പറയുക, കോരഹിന്റെ പുത്രന്മാർ എന്ത് ചെയ്തില്ല? മരിച്ചില്ല. എന്നാ കാരണം? അവർ അപ്പനും അവർ അപ്പൻ്റെ കൂട്ടുകാരുമെല്ലാം ന്യായവിധിയുടെ തീക്കകത്തകപ്പെട്ട് മണ്ണോട് മണ്ണ് വരുമ്പം അവർക്ക് മനസ്സിലായി അപ്പം കാണിക്കുന്നത് തെറ്റാ അല്ലേ? തെറ്റിനോട് താതാത്മ്യപ്പെടാൻ അവർ തയ്യാറായില്ല. അവരോടി വന്ന് എന്ത് ചെയ്തു? യാഗപീഠത്തിന്റെ കൊമ്പെ പിടിച്ചു. ഇന്ന് പകൽക്കാലം ആരോ കാണിക്കുന്ന ചില പാരമ്പര്യങ്ങളോ ആരോ കാണിക്കുന്ന ചില പ്രവർത്തികളോ ചെയ്ത് നമ്മിൽ തന്നെ അടയാളമായി മാറാതെ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ഓടി വന്ന യാഗപീഠത്തിന്റെ കൊമ്പെ പിടിക്കുമ്പോൾ യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, യാഗപീഠത്തിന്റെ കൊമ്പിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു ദൈവപൈതലായി മാറുന്നത്. ഉറക്കപ്പറ. അവിടെ വന്ന തീ, അവരുടെ പുറകെ വന്ന തീ, ന്യായവിധിയുടെ തീ അവിടെ നിൽക്കുക. ഇന്ന് പകൽ പിടിക്കേണ്ടതുപോലെ നീ പിടിച്ചാൽ, ചെല്ലേണ്ടതുപോലെ നീ ചെന്നാൽ, കെട്ടിപ്പിടിക്കേണ്ടതുപോലെ നീ ദൈവത്തെ കെട്ടിപ്പിടിച്ചാൽ, നിനക്കെതിരെയുള്ള ചില ശാപത്തിന്റെ രേഖകൾ മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്നലകളുടെ ചരിത്രം മാറ്റാൻ ഈ ദൈവ ശക്തനാ. ഇന്നലകളുടെ ചരിത്രം മാറ്റാൻ ഈ ദൈവം മതിയായ ദൈവമാ. ഇന്നലത്തെ ശാപത്തിന്റെ ചീട്ട് കീറി കത്തിച്ച് കളഞ്ഞു വെച്ച് നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് നന്ദി. നീ ഒരു അടയാളമായി അവസാനിക്കത്തില്ല. നീ ഒരു അടയാളമായി അവസാനിക്കത്തില്ല. ശബാരാധന കോരഹ് അടയാളമായി. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ അവരടയാളമല്ല, അവർ അനുഗ്രഹ. അവർ പാടിയത് എഴുതി. ഈ നീ പാടുകയും ചെയ്യും, നീ എഴുതുകയും ചെയ്യും. സ്തോത്രം. നിന്നെ കൊണ്ട് നാളെ ദൈവരാജ്യത്തിന് ഒത്തിരി സംഭാവനകൾ നൽകാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളാ താങ്കള്. ശബാരാധന യാഗപീഠത്തിന്റെ കൊമ്പെ പിടിച്ചു. പുറകെ വന്ന് തീ അവിടെ നിൽക്കുക. അപ്പൊ അവര് പറയാ, ആലയത്തിൽ വസിക്കുന്നത് ആരാ? ഭാഗ്യവാൻ. എന്താ ആലയത്തിലെ ഭാഗ്യം? ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ അപ്പനും ഞങ്ങളുടെ അപ്പൻ്റെ കൂട്ടുകാരുമല്ല ന്യായവിധിയുടെ തീക്കകത്തകപ്പെട്ട് മണ്ണോടും മണ്ണമർന്നപ്പം ഞങ്ങൾ ഇന്നും ജീവനോടിരിക്കുന്നതിൻ്റെ കാരണം ഉറക്കപ്പറ. അപ്പൊ ആലയം സമ്മാനിക്കുന്ന ഒന്നാമത്തെ ഭാഗ്യം ഉറക്കപ്പറ ലൈഫാ, ജീവനാ. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവൻ എന്ത്? സമൃദ്ധിയായ ജീവൻ. ഇന്ന് രാത്രി നിനക്ക്, ഇന്ന് പകൽ നിനക്കെതിരെയുള്ള, നിന്റെ കുടുംബത്തിനെതിരെയുള്ള, നിന്റെ തലമുറയ്ക്കെതിരെയുള്ള ചില മരണരേഖകൾ, ചില ശാപരേഖകൾ
വലിയ ആത്മനിയോഗത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയാ. ഇന്നലകളിൽ പിന്തുടർന്നു വന്ന തലമുറയായി കൈമാറിക്കൊണ്ടുവന്ന ചില ശാപത്തിന്റെ രേഖകളെ കീറിക്കളഞ്ഞ് നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന സമയമായി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഓടി വന്ന് യാഗപീഠത്തിന്റെ കൊമ്പെ പിടിക്കുക, തീ എവിടെ നിൽക്കുക. അപ്പൊ അവര് പറയാ, ആലയത്തിൽ വസിക്കുന്നവരാരാ? ഭാഗ്യവാന്മാരാ. ഞാൻ ഗോരപുത്രന്മാരോട് ചോദിച്ചു, എന്താ ഗോരപുത്രന്മാരെ ആലയം സമ്മാനിച്ച ഭാഗ്യം? അപ്പൊ അവര് പറയാ, ഞങ്ങളുടെ അപ്പനും ഞങ്ങളുടെ അപ്പന്റെ കൂട്ടരുമല്ല ന്യായവിധിയുടെ തീക്കകത്തകപ്പെട്ട് മണ്ണോട് മണ്ണമർന്നപ്പം ഞങ്ങളിപ്പം ജീവനോടിരിക്കുന്നതിന്റെ കാരണം ഈ ആലയവാ. അപ്പൊ ആലയ സമ്മാനിക്കുന്ന ഒന്നാമത്തെ ഭാഗ്യം ഉറക്കെ പറഞ്ഞ ജീവന. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സ്തുതിക്കുന്നത്? ഇത് മരിച്ചവരിയ്ക്കുന്ന സ്ഥലമല്ല, ഇത് ജീവനുള്ളവരിയ്ക്കുന്ന സ്ഥലമാ. മരിച്ചവരും മൗനതയിലിറങ്ങിയവർക്ക് സ്തുതിക്കാൻ കഴിയാതിരിക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവമക്കൾ, ജീവൻ പ്രാപിച്ച ദൈവമക്കൾ, ജീസസ് ഉയർത്താവുന്നതിന്റെ ശബ്ദം ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചോണം. ജീവൻ അനുഭവിക്കുന്നവര് ദൈവത്തെ സ്തുതിക്കുമ്പോഴാ അടുത്ത ഒരു കാഴ്ച അവർ കണ്ടത്. എന്താ കണ്ട കാഴ്ച? 84-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. വേഗം വാ, അവിടേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. 84-ന്റെ 3. കുരുകിൽ ഒരു വീട്. When the sparrow has found a home. കുരുകിൽ എന്തോ ഉണ്ടാക്കി? വീട്. Sparrow has made a house. കുരുകിൽ എന്തോ ഉണ്ടാക്കി? വീട്. കുരുവിയെ കണ്ടിട്ടുണ്ടോ? ഓലയുടെ ഞാലിക്കും മരത്തിന്റെ ചില്ലയിലും ഷട്ടറിന്റെ അടിയിലും ഒക്കെ ഇരിക്കുന്ന ആ കൊച്ചു ജീവിയല്ലേ കുരുവി? കുരുവി ഉണ്ടാക്കുന്ന പാർപ്പിടത്തിന് നമ്മുടെ നാട്ടിൽ കൂടെന്നാണോ പറയുന്നത്, അതോ വീടെന്നാണോ പറയുന്നത്? കൂട അല്ലേ, കേജ, നെക്സ്റ്റാ. പക്ഷെ ഇവിടെ പറയാ എന്താ? വീട്, ഹൗസ്. ഞാൻ ചോദിച്ചു, കുരുകിലെ നിന്റെ വർഗത്തിൽപ്പെട്ടവരെല്ലാം കൂട്ടിനകത്ത് ഇരിക്കുമ്പം നിനക്ക് മാത്രം എങ്ങനെയാ വീട് കിട്ടിയേ? അപ്പൊ കുരുകിലനോട് പറയാ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ എന്തോ ഉണ്ട്? കുരുകിലിന് കിട്ടിയ വീട്. അത് പറയുമ്പോഴത്തേന് എൻ്റെ സമയം തീരുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒന്നിച്ചു വരുക. ഈ വാക്കെന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തി. കുരുകിലൊരു വീട്. അപ്പോൾ എനിക്ക് തോന്നി ഈ കുരുകിലിനെ കുറിച്ചൊന്ന് പഠിക്കണമെന്ന്. ആദ്യം ഞാൻ പോയി മേടിച്ചത് പക്ഷികളുടെ ഡിക്ഷണറിയാണ്, പക്ഷികളെ പഠിക്കാൻ പറ്റുന്നൊരു ഡിക്ഷണറി. അതിനകത്ത് കുരുകിലിനെ കുറിച്ച് 2-3 കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒന്ന്, സ്റ്റിഫോർ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് കുരുകിൽ. സ്റ്റിഫോർ. ആ വർഗത്തിൽപ്പെട്ട ജീവജാലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാം? അത് തനിച്ചിരിക്കത്തില്ല, അത് ഇരുട്ടിലിരിക്കത്തില്ല, അത് ഉറക്കിളക്കത്തില്ല. കുരുവിക്കൂട് കണ്ടിട്ടുണ്ടോ? കാക്കക്കൂട് പോലാണോ? അല്ല. ആർട്ടിഫിഷ്യൽ കുരുവിക്കൂട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടും. അതിൻ്റെ വാതിലെവിടാ? ഒന്നീ സൈഡിൽ അല്ലെ താഴെ. റിയൽ കുരുവിക്കൂടിൻ്റെ വാതിൽ താഴെയാണ്. എന്നാ കാരണം? സൂര്യപ്രകാശം നന്നായിട്ട് ഭൂമിയിലടിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് കൂട്ടിക്കറിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? കുരുവി വെളിയിലിറങ്ങത്തുള്ളൂ. അപ്പം കുരുവി ഇരുട്ടത്തിരിക്കത്തില്ല. 8 മണിക്ക് 9 മണി നല്ല വെട്ടമുള്ളപ്പോഴേ കുരുവിലെ കാണത്തുള്ളൂ. 9 മണിക്ക് കണ്ടു കഴിഞ്ഞാൽ 5 മണിക്ക് മുമ്പ് അതെന്ത് ചെയ്യും? കൂട്ടിക്കയറും. അപ്പം ഒന്ന്, ഇരുട്ടത്തിരിക്കത്തില്ല. പിന്നെ തനിച്ചിരിക്കത്തില്ല, അത് ഇണയായിട്ടേ ഇരിക്കത്തുള്ളൂ. പിന്നെ അതിൻ്റെ പ്രത്യേകതയാ, ജോഡിയായിട്ടിരിക്കുന്ന പോലെ തന്നെയുള്ള പ്രത്യേകത, ഉറക്കളക്കത്തില്ല. അത് വേണം നമുക്ക് ഏറ്റെടുക്കാം. ചിലർ ഈ സഭ വിടിരുന്ന് ഉറങ്ങുന്നില്ലേ? ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ ആൾക്കാരെന്തിനാ യോഗത്തിൽ ഇരുന്നുറങ്ങും? അന്നേരം ഞാൻ അവരുടെ ഉറക്കം കളയാനായിട്ട് എൻ്റെ ഒച്ച കൂട്ടി നോക്കിയിട്ടുണ്ട്. എവിടെ? നമ്മുടെ തൊണ്ട അടയ്ക്കുന്നതല്ലാതെ ഉറങ്ങുന്നവർക്ക് ഒച്ചയും ബഹളവും ഒന്നും ഒരു പ്രശ്നമേ അല്ല. എന്നിട്ട് ഞാനിങ്ങനെ വചനം ധ്യാനിച്ച് എന്താ ഈ മനുഷ്യർ ഇരുന്നുറങ്ങാൻ കാരണം യോഗത്തിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ പ്രസംഗമൊന്നും യേശുവിൻ്റെ കാലത്തെ പോലെ ആകാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇരുന്നുറങ്ങുന്നത്. യേശുവിൻ്റെ കാലത്തെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കാലത്ത് എന്താ യേശുവിൻ്റെ കാലത്തെ പ്രത്യേകത? അവൻ പുരുഷാരത്തെ കണ്ടാലോ മനമേൽ കയറി ഇരുന്നു, തിരുവായി മൊഴിഞ്ഞ് അവരോട് അരുളി ചെയ്തത്. ആ പടകിന്മേൽ ഇരുന്നു. അപ്പം അന്നത്തെ രീതി അതാ. ഈ പ്രസംഗിക്കുന്ന ആള്, പഠിപ്പിക്കുന്ന ആള് ഇരിക്കും. ഹലോ, പടക ഇരുന്നു.
പിന്നെ തീരത്തെത്ര കസാറയാണ് കിടക്കുന്നത് അല്ലേ? അതുകൊണ്ട് അവരെല്ലാവരും എന്ത് ചെയ്യുക? നിൽക്കുക. മലയിൽ യേശു എന്ത് ചെയ്യുക? ഇരിക്കുക. അവരെല്ലാവരും എന്ത് ചെയ്യുക? നിൽക്കുക. ഇത് നേരെ തിരിച്ചാ. പാട്ടിനും നിൽക്കണം, പ്രസംഗത്തിനും നിൽക്കണം, എല്ലായിടത്തും ആരും നിൽക്കണം? ഞങ്ങൾ നിൽക്കണം. നിങ്ങളെല്ലാവരും ഉറങ്ങിയില്ലല്ല അത്ഭുതമുള്ളൂ. ഇത് നേരെ തിരിച്ചാക്കിയാലോ? ഞാൻ പറഞ്ഞു വല്ലോ, മനസ്സിലായോ? ഞാൻ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുകയും നിങ്ങൾ നിന്നുകൊണ്ട് കേൾക്കുകയും ചെയ്യുകയാണ്. ഉറക്കം വരുമോ? ഏതായാലും ഇന്നും ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ സജിപ്പാസ്റ്റർ അത് കേട്ടിട്ടുണ്ട്. ഉപവാസപ്രാർത്ഥനയുടെ ഇടയിൽ ആത്മനിയോഗത്തിൽ വല്ലതും സംഭവിച്ചാൽ എന്നെ ഒന്നും പറയരുത്, വചനമാണ് ചെയ്യുന്നത് സഹോദരൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം 3 കാര്യം പറഞ്ഞു. ഒന്ന്, തനിച്ചിരിക്കത്തില്ല, ഇരുട്ടത്തിരിക്കത്തില്ല, ഉറക്കളക്കത്തില്ല. ഇതൊക്കെ പറയുമ്പോഴും വചനം അറിയാവുന്ന ദൈവമക്കൾ ഒരു വാക്യം എടുത്തുകൊണ്ട് വരും. 102-ാം സങ്കീർത്തനം 7-ാം വാക്യം. എന്താ 102-ാം സങ്കീർത്തനം 7-ാം വാക്യം പറയുന്നത്? ഞാൻ ഉറക്കമളച്ചിരിക്കുന്നു, വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. ഞാനിപ്പോൾ പറഞ്ഞ 3 കാര്യത്തിനും ഖണ്ഡനമായത്. ഉറക്കളക്കത്തില്ലെന്ന് പറഞ്ഞത് എന്ത് ചെയ്യുക? ഉറക്കളയ്ക്കുക. തനിച്ചിരിക്കത്തില്ലെന്ന് പറയുന്നത് എന്ത് ചെയ്യുക? തനിച്ചിരിക്കുക. ഉറക്കം എപ്പോഴാണ് വരുന്നത്? രാത്രിയില്ല. അപ്പോൾ ഇരുട്ടത്തിരിക്കത്തില്ലെന്ന് പറഞ്ഞത് എന്ത് ചെയ്യുക? ഇരുട്ടത്തിരിക്കുക. അപ്പം എന്താ ഇതിൻ്റെ കാരണം? ഈ കുരുകിൽ തനിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇതന്നെ തനിച്ചിരിക്കാൻ കാരണം. ഇത് ഉറക്കളയ്ക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് തന്നെ ഉറക്കളയ്ക്കാൻ കാരണം. ഇതന്നെ ഇരുട്ടത്തിരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇരുട്ടത്തിരിക്കാൻ കാരണം. ഇതിനെ ഇച്ചിരി ഒന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിലും എന്തിനെക്കുറിച്ച് പഠിക്കണമെങ്കിലും അതിൻ്റെ വിലയെന്ന് തുടങ്ങിയാലേ നമുക്കതിൻ്റെ ആഴം എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് കുരുകിലിൻ്റെ വില ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഒന്ന് വായിച്ചു നോക്കിക്കേ. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. മാത്യു ചാപ്റ്റർ 10 വേഴ്സസ് 29. കുരുകിലിൻ്റെ വില കർത്താവ് പറഞ്ഞു തുടങ്ങുക. ഒന്ന് വായിച്ചേ. കാശിന് 2 കുരുകിലെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. അടുത്തത്, നിങ്ങളുടെ തലയിലെ രോമവുമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടണ്ട, ഏറിയ കുരുകിലേക്കാൾ നിങ്ങൾ ആരാണ്? അപ്പം ഞാൻ കുരുകിലിന്റെ വില പറയാനായിട്ടാണ് ഇത് വായിച്ചത്. പക്ഷെ അതിനെക്കാട്ടി വലിയൊരു സംഭവം അവിടെ കിടപ്പുണ്ട്. എന്താ? നമ്മുടെ കർത്താവിൻ്റെ കരുതൽ. എന്താ നമ്മുടെ കർത്താവിൻ്റെ കരുതൽ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ ആരും അറിയുന്നില്ലെന്നുള്ളതാണ്, അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാനും കേൾക്കാനും അറിയാനും ഒന്നും ആരുമില്ല, അല്ലേ? സത്യത്തിൽ കർത്താവ് പറയും, ആരും അറിയുന്നില്ലല്ലോ. ആരറിയുന്നുണ്ട്? എന്തോ അറിയുന്നുണ്ട്. നമുക്കറിയാൻ വയ്യാത്തത് പോലും നമ്മളെക്കുറിച്ച് അറിയാം. എന്തോ അറിയാവുന്നത്? തലയിലെ മുടി. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് 1,85,533 മുടിയായിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നത്. കുളിച്ചേച്ച് തോർത്തി ചീകിയപ്പോൾ 3 പൊഴിഞ്ഞു പോയി. ബാക്കി എത്ര ഉണ്ട്? 1,85,530. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ എണ്ണം പുസ്തകത്തിൽ എഴുതി വെച്ച കർത്താവിനെ ഇവിടെ വിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കിടന്ന് വെപ്രാളപ്പെടേണ്ട കാര്യമുണ്ടോ? നമുക്കറിയാൻ വയ്യാത്തതുപോലും നമ്മളെക്കുറിച്ച് അറിയാവുന്ന ഒരു കർത്താവിനെയാ നാം ആരാധിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, താൻ വാഴുകയാൽ ആകുലമില്ല. ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. എത്ര പേർക്ക് ധൈര്യമുണ്ട്? എനിക്കൊരു വാഗ്ദത്തം ഉള്ളത് കൊണ്ട്. ഞാൻ സത്യത്തിൽ കരുതൽ പറയാനല്ല വന്നത്, കുരുകിലിൻ്റെ വില പറയാനാ വന്നത്. പക്ഷെ കരുതൽ ഇവിടെ കിടക്കുമ്പോൾ അത് മറക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ കരുതലിന് 3 ഉദാഹരണങ്ങൾ വചനം പറയുന്നുണ്ട്. പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുവോ? മറന്നാലും മറക്കത്തില്ല. ഒരപ്പനും മകനോട് കരുണ തോന്നുന്നത് പോലെ. പിന്നെ പറയാ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ. ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഡിമാൻഡുകൾ നമ്മൾ കാണുക. അപ്പം ഇന്ന് പകൽ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ആര് നിങ്ങളെ മറന്നാലും മറക്കുന്നവര് ദൈവമല്ല നമ്മുടെ ദൈവം. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്. ഞാൻ യഥാർത്ഥത്തിൽ കുരുകിലിൻ്റെ വില പറയാൻ ആഗ്രഹിച്ചത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. കാശിന് 2 കുരുകിൽ. കാശിൻ്റെ കണക്ക് എങ്ങനെ? കാശ്, അരക്കാശ്, മുക്കാക്കാശ്, 1 കാശ്. ഒന്ന് പറഞ്ഞേ. കാശ്, അരക്കാശ്, മുക്കാക്കാശ്, 1 കാശ്. അങ്ങനെയാണേൽ 1 കാശിന് 2 കുരുകിലിനെ കിട്ടുമെങ്കിൽ 1 കുരുകിലിന് എന്നാ വില വരുന്നുണ്ട്? അരക്കാശ് വില വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കിയാലോ, ഇതിൻ്റെ വില കൂടുവാണോ കുറയുവാണോ എന്നൊന്ന് നോക്കിക്കേ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ച്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം.
2 കാശിന് 5 കുരികിലിന് കണക്ക് തെറ്റി. മത്തായിലെ കണക്കനുസരിച്ചാണ് 1 കാശിന് 2. സ്വാഭാവികമായിട്ട് 2 കാശിന് എത്ര കിട്ടണ്ടേ? 1 കാശിന് 2 കിട്ടുന്നെങ്കിൽ 2 കാശിന് എത്ര കിട്ടണ്ടേ? 4 കിട്ടണ്ടേ. ഇപ്പൊ ഇവിടെ എത്ര കിട്ടുന്നേ? അതിനങ്ങനെ അതാ എനിക്ക് തോന്നുന്നു ഈസ്റ്ററൊക്കെ വരുമല്ലോ അല്ലേ, ഓഫറായിരിക്കും. അത് തന്നെ കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്. മുന്നമേ അവൻ്റെ രാജ്യവും നീ, നമ്മുടെ എല്ലാം പ്രശ്നം ഓഫറിന് വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുന്നത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഓഫർ തന്നെയാണ് അത്. ഇന്ന് പകൽ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന നിനക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു വെച്ച് ചില ഓഫറുകളെ സമൃദ്ധിയായി തരാൻ ശാന്തനാദരാധര. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അരക്കാശ് പോലും വിലയില്ലെങ്കിലും ഇതിനെന്തുണ്ട്? ഒന്നിനെ പോലും ദൈവം മറക്കുന്നില്ല. നോട്ട് വൺ ഓഫ് ദം ഈസ് ഫോർഗട്ടൺ. ഇതിനകത്തൊന്നിനെ ദൈവം എന്ത് ചെയ്യുന്നില്ല? മറക്കുന്നില്ല. എന്താ ഇതിനകത്തൊന്നിനെ ദൈവം മറക്കാത്തതിൻ്റെ കാരണം? ഒന്നിനെയും മറക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒന്നിനെ പോലും ദൈവം എന്ത് ചെയ്യുന്നില്ല? മറക്കുന്നില്ല. എന്താ ഇതിനെ മറക്കാത്തതിൻ്റെ കാരണം? അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം മനസ്സിലാകണമെങ്കിൽ ന്യായപ്രമാണവുമായി ബന്ധപ്പെടുത്തി പഠിക്കണം കുരികിലിന്റെ വില. എന്താ ന്യായപ്രമാണത്തിൽ കുരികിലിനെ കുറിച്ച് പറയുന്നത്? വായിക്കണം. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യം. ലേവ്യ പുസ്തകം ലെവിറ്റിക്കൽസ് ചാപ്റ്റർ 14 verses 1. 14-1. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാകിത്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. പുരോഹിതൻ പാളയത്തിന് പുറത്തു ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവൻ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. അടുത്തത്, പുരോഹിതനൊരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവെള്ളത്തിന്മീതെ അറുപ്പാൻ കൽപ്പിക്കണം. അടുത്തത് ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവ അവനെടുത്ത് ഇവയെ ജീവനുള്ള പക്ഷിയെ ഉറവെള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി. അടുത്തത്, കുഷ്ഠം ശുദ്ധീകരണം കഴിവാനുള്ളവൻ്റെ മേൽ 7 പ്രാവശ്യം തളിക്കുകയും അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ന്യായപ്രമാണത്തിൽ ഈ കുഷ്ഠരോഗി, കുഷ്ഠം എന്ന് പറയുന്നത് കുഷ്ഠം പകർച്ചവ്യാധിയാണ്. കുഷ്ഠം എന്ന പദത്തിൻ്റെ മൂലപദം ലെപ്ര പറഞ്ഞേ, ലെപ്രയിൽ നിന്നാണ് എന്തുണ്ടായത്? ലെപ്രസി. നിങ്ങൾ പറഞ്ഞില്ല, ലെപ്ര. നമുക്ക് മലയാളത്തിൽ നേരെ ഇത് ചെറിയൊരു വ്യത്യാസമുള്ളൊരു പദമുണ്ട്. കൊപ്ര എന്ന് കേട്ടിട്ടുണ്ടോ? തെറ്റിപ്പോകരുത് തമ്മിൽ. അപ്പം ഈ കുഷ്ഠവും കോവിഡ് പകർച്ചവ്യാധിയായിരുന്നു അല്ലേ? അതുപോലെ അന്നത്തെ കാലത്തെ ഒരു പകർച്ചവ്യാധിയായിരുന്നു ഏത്? ലെപ്രസി, കുഷ്ഠം. അതുണ്ടായാൽ ആളിനെ എന്ത് ചെയ്യും? ക്വാറന്റൈൻ ചെയ്യിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെ കൊണ്ടുവന്ന് ഐസൊലേഷനിലാക്കും. അങ്ങനെ ആദ്യത്തെ ഐസൊലേഷൻ കോവിഡിലല്ല ആരംഭിച്ചത്. ആദ്യത്തെ ലോക്ക്ഡൗണും ആരംഭിച്ചത് കോവിഡിലല്ല. ആദ്യത്തെ ലോക്ക്ഡൗൺ ആരംഭിച്ചത് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട. സഭ ലോക്ക്ഡൗണിലായിപ്പോയി 7 ദിവസം. ആദ്യമായിട്ടുള്ള ബന്ധത്തിൽ മിരിയാമുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലേ? മിരിയാമിന് കുഷ്ഠം പിടിച്ചപ്പോഴാ ചർച്ചിനെ 7 ദിവസം എന്ത് ചെയ്തത്? ലോക്ക്ഡൗണിലാക്കിയത്. എന്നാലും അവിടെ ചികിത്സ കൊണ്ടൊക്കെ ഇതിന് പരിഹാരം ഉണ്ടായാലും ചുമ്മാതെ ചാടിക്കേറി ആലയത്തിൽ വരാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്ന RT-PCR അല്ലെ, പണ്ടത്തെ ആൻറ്റിജൻ ടെസ്റ്റ്, അതെടുത്തേച്ച് ഇത് മാറിയെന്ന് ഉറപ്പായാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള RT-PCR ഇപ്പോൾ ഈ പറഞ്ഞ ഇത്. അതിനുവേണ്ടി പുരോഹിതൻ എന്ത് ചെയ്യണം? പാളയത്തിന് പുറത്തേക്ക് പോകണം. എന്തുമായിട്ട് പോകണം? ജീവനും ശുദ്ധിയുള്ള 2 പക്ഷി, ചുവപ്പുനൂല്, ഈസോപ്പ്, ദേവദാരു, എന്നിട്ട് ഒരു മൺപാത്രം. എന്നിട്ട് ഇവയുമായിട്ട് അങ്ങ് പാളയത്തിന് പുറത്തു ചെന്നിട്ട് എവിടെങ്കിലും ഉറവിങ്കൽ വെള്ളം വരുന്ന സ്ഥലം കണ്ടാൽ അവിടെ എത്തിയിട്ട് മൺപാത്രത്തിലേക്ക് ഉറവ് വെള്ളം എന്ത് ചെയ്യണം? ശേഖരിക്കണം. എന്നിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന പക്ഷികളിൽ ഒന്നിനെ പിടിച്ചെന്ത് ചെയ്യണം? മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിൽ അറുക്കണം. യഹൂദ ന്യായപ്രമാണം പഠിക്കുമ്പോൾ 2 പക്ഷികളെ ആയിരുന്നു അവർ യാഗം കഴിച്ചിരുന്നത്. ഒന്ന്
പ്രാവിനെ അവർ യാഗപീഠത്തിൽ മാത്രമേ അറുക്കാറുള്ളായിരുന്നു. പിന്നീട് അറുക്കപ്പെടുന്ന ഒരു പക്ഷിയുണ്ടെങ്കിൽ അതേതാണ്? കുരുകിലാണ്. കുരുകിലെ അവർ അടക്കുന്നത് പാളയത്തിന് പുറത്താണ്. അത് അപ്പം 2 എണ്ണക്കുരുകിലുകളെ എന്ത് ചെയ്തു? പുരോഹിതനും സഹായിയും കൂടെ വലയിട്ട് പിടിച്ചു. അവയുമായിട്ട് കുഷ്ഠരോഗിക്ക് വേണ്ടി പാളയത്തിന് പുറത്തേക്ക് പോകുകയാണ്. പാളയത്തിന് പുറത്തെത്തിയപ്പോൾ ഉറവിക്കൽ വെള്ളം വരുന്ന സ്ഥലത്ത് മൺപാത്രത്തിൽ ഉറവ് വെള്ളം എന്ത് ചെയ്യുക? ശേഖരിക്കുക. എന്നിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന കുരുകിലുകളിൽ ഒന്നിനെ പിടിച്ച് ഈ മൺപാത്രത്തിലെ വെള്ളത്തിൽ എന്ത് ചെയ്യുക? അറുക്കുകയാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ കുരുകിലിനൊരു പ്രത്യേകതയുണ്ട്. അത് അറുക്കപ്പെടുമ്പോൾ അതിൻ്റെ അവസാനത്തെ തുള്ളി ചോര വരെ അതിൻ്റെ ഞരമ്പിൽ നിന്ന് പോയാലേ ഈ പക്ഷി ചാകത്തുള്ളൂ. നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ഉറവുകൾ നിങ്ങൾ നിന്നാകുന്നു. അവിടെ ഒരു ഉറവുണ്ടായി. എവിടെ ഉറവുണ്ടായത്? വിലാപ്പുറത്തൊരു ഉറവുണ്ടായി. എന്തിനു വേണ്ടി? എന്റെയും നിങ്ങളുടെയും ജീവന് വേണ്ടി തുറക്കപ്പെട്ട ഉറവയായിരുന്നു അവിടുത്തെ വിലാപ്പുറത്ത് നിന്നുണ്ടായത്. ഹല്ലേലൂയ. ഈ രക്തത്തിൽ ഒരു കുരുകിലിനെ മുക്കുക, അറുക്കപ്പെട്ട ഒരു കുരുകിൽ അടുത്ത കുരുകിലിനെ കയ്യിലെടുക്കുക. കുരുകിൽ വിചാരിക്കുക, എൻ്റെ എണ്ണ അറുത്തതുപോലെ എന്നെ എന്ത് ചെയ്യാൻ പോവാ? ഇല്ല, നീ അറുക്കപ്പെടണ്ട, നിനക്കൊരു പകരക്കാരൻ അറുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നിനക്കൊരു പകരക്കാരൻ ഗോൽഗോത്തയിൽ അറുക്കപ്പെട്ടു. പിന്നെന്തിനാ നിന്നെ കയ്യിലെടുത്തിരിക്കുന്നത്? അറുത്തവൻ്റെ രക്തത്തിൽ മുക്കാനാ. എത്ര പ്രാവശ്യം മുക്കുന്നത്? 7 പ്രാവശ്യം. എന്തിനാ 7? അത് 7 അടിസ്ഥാന ഉപദേശത്തെ കാണിക്കുന്നതാ. 7 പ്രാവശ്യം മുക്കിപ്പൊക്കിയേച്ച് അതിന് ഉപയോഗിക്കുക. ആർക്ക് വേണ്ടി ഉപയോഗിക്കുക? കുഷ്ഠരോഗിക്ക് വേണ്ടി ഉപയോഗിക്കുക. നീ നിനക്ക് വേണ്ടി ഉള്ളവനല്ല, നീ നിമിത്തം ചിലർ രക്ഷിക്കപ്പെടണം. റബൽ കടകച്ചി സുവിശേഷീകരണത്തെ കുറിച്ച് ആഴമേറിയ കാഴ്ചപ്പാട് ദൈവസഭയ്ക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ നാട്ടിൽ ഇങ്ങനെ ചെന്ന് ഒരു ദിവസം യാദൃച്ഛയായിട്ട് ബൈക്കിൽ ഇങ്ങനെ പോവുക. അപ്പോഴാ സജിപാസ്റ്റർ തിരുവല്ല വെച്ചെന്നെ കിട്ടും. ഞാൻ ബൈക്കിൽ പോകുന്നത് കാറേ വരും. എന്നോട് ചോദിച്ചു എവിടെ പോവാ? രാവിലെ ഒരു 10 മണിക്കാണ്. ഞാൻ പറഞ്ഞു കോട്ടയത്ത് പ്രസംഗിക്കാൻ പോവാം. ഇത് പറഞ്ഞപ്പം സജിപാസ്റ്റർ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു വെച്ച് പോയി. പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞു പോയി. ഉദാഹരണമാണേ. അങ്ങനെ പോയി അദ്ദേഹം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറി പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു തോന്നൽ, ഇന്ന് കോട്ടയത്തിന് പോകണ്ട. ഞാൻ എന്നെ അടുത്തെന്നറിയാം, വണ്ടി സെൻട്രൽ സ്റ്റാൻഡിലോട്ട് മാറ്റി വെച്ചേച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ട്രെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരപ്പിച്ചുകൊണ്ട് നിൽക്കുക. 10, 10:30, 10:45, 11 കോട്ടയത്തിന് പോകാനുള്ള പെട്രോളാണ്. ആൾക്കാരും ചുറ്റും കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? 12 ആയപ്പോൾ ദൈവദാസൻ തൻ്റെ കാര്യമൊക്കെ സാധിച്ചു തിരിച്ചു വരിക. അപ്പോഴാ രാവിലെ എന്നെ കണ്ട പമ്പാണല്ലോ എന്നുകൊണ്ട് ചുമ്പാ അങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ആൾക്കാർ എൻ്റെ ചുറ്റും കൂടി നിൽപ്പുണ്ട്. എൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു എന്താ പറ്റി? എന്താ? ഒന്നുമില്ല. ഇതെന്നെ ഇവിടെ ഇങ്ങനെ. അന്നേരം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതെന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ, കോട്ടയത്തിന് പോകുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു രാവിലെ 10 മണി 10:30 മുതൽ ഇങ്ങനെ ഇരപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? പിന്നെ അദ്ദേഹം എന്നോടൊന്നും പറയത്തില്ല. നിങ്ങളോട് പിന്നെ പറയും പുള്ളിയുടെ തലയുടെ ഏതോ ഒരു ഞരമ്പിന് എന്തോ ഒരു കുഴപ്പം ഉണ്ട്. എനിക്കും ഇത് തന്നെ തോന്നുന്നത്. എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും ഈ കൃപ മേടിച്ചേച്ച് ഇത് ഈ സഭയ്ക്കകത്ത് ഇരയ്ക്കുന്നതല്ല. അത് ഹലോ, ഇപ്പോൾ ഉദാഹരണമല്ല, ഇപ്പോൾ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത്. എന്തിനാ നമ്മെ ദൈവം വീണ്ടെടുത്തത്? കൊലോസർ 1:25, കൊലോസർ 1:28, 2 വാക്യവും ഭയങ്കര വാക്യമാണ്. 25 പറയുക, 25-ാം വാക്യം, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷണം നിവർത്തിക്കേണ്ടതിന്. അപ്പം ഒരു സഭയെ ഒരു സ്ഥലത്ത് ദൈവമാക്കിയിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം നാട്ടിൽ മുഴുവൻ എന്തോ പറയണം? വചനം ഘോഷിക്കണം. 28-ാം വാക്യം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. ഈ അകത്ത് കയറി വരുന്നവനെ എന്ത് ചെയ്യണം? തികഞ്ഞവനാക്കണം. അപ്പം പുറത്ത് വചനം ഘോഷിക്കണം, അകത്താരാക്കി മാറ്റണം? ഉറക്കെ പറ, തികഞ്ഞവരാക്കി മാറ്റണം.
ശരിക്കും ഒരു സഭയുടെ ഏറ്റവും വലിയ സാധ്യത സുവിശേഷകന്മാരാണ്. 5 വൃന്ദങ്ങളിൽ ഒന്നാമത്തെ വൃന്ദവാ സുവിശേഷകൻ. എന്താ സുവിശേഷകന്റെ ജോലി? പണ്ടൊരു പാസ്റ്റർ ഒരു സുവിശേഷകനും കൂടെ ഒരു ചർച്ചിൽ കിടന്നുറങ്ങുക. നമ്മുടെ പഴയ 4 വാളി കഥകളുള്ള സഭ. അവിടെ കിടന്നുറങ്ങുമ്പോൾ പാസ്റ്റർ രാവിലെ എഴുന്നേറ്റു. ഇടയൻ്റെ പ്രത്യേകത ഏതാ? ഇടയന് ആടുകളെ വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാണ്. എഴുന്നേറ്റപ്പോൾ സുവിശേഷകനെ കാണാനില്ല. പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ഒച്ചയും ബഹളവും കേട്ടു. എന്താണെന്നറിയാനായിട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്തുണ്ട്? നമ്മുടെ സുവിശേഷകൻ ഓടി വരുന്നു. പുള്ളിയുടെ പുറകെ ഒരു പുലിയും വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ വിചാരിച്ചു, ഈ പുലിയുടെ കയ്യിൽ നിന്ന് പാസ്റ്ററെ രക്ഷിക്കണം, സുവിശേഷകനെ രക്ഷിക്കണം. എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. നേരെ ഹോളിലോട്ടായുള്ള ഇദ്ദേഹം വരുന്നത്. എന്ത് ചെയ്യണം? 2 വാളി തുറന്നു വെച്ചു, 2 വാളി അടച്ചു വെച്ചു. തുറന്നു വെച്ചേച്ച് അദ്ദേഹം ഇതിൻ്റെ അടുക്ക മാറി നിൽക്കുക. ഇദ്ദേഹം വന്ന് കയറുമ്പോഴത്തേന് പുലി കയറുന്നതിന് മുമ്പ് ഇതെന്ത് ചെയ്യണം? അടയ്ക്കണം. ഓടി വന്നു, കതകടച്ചു. കതകടച്ചു നോക്കിയപ്പോൾ നീണ്ടത് പുലി അകത്തും മറ്റേ സുവിശേഷകൻ പുറത്തു. പുള്ളി ജനലിൽ കൂടെ വന്നേച്ച് പറയാ, അതിനെ പിടിച്ച് കുഞ്ഞാടാക്കിക്കോ, ഞാൻ അടുത്തതിനെ കാടിളക്കി പിടിച്ചോണ്ട് വരാവുന്ന. ഇതാ സത്യത്തിൽ സുവിശേഷകര്. സ്വത്രം. സഭയിലെ പാസ്റ്റർ അല്ല പ്രസവിക്കേണ്ടത്, അല്ലെങ്കിൽ ഇടയനല്ലല്ലോ പ്രസവിക്കുന്നത്, ആടല്ലേ പ്രസവിക്കുന്നത്. അപ്പം 4 പേരെ അവിടുത്തെ ആശുപത്രിയിൽ നിന്ന് ഇവിടുന്ന് ഒക്കെ പിടിച്ചോണ്ട് വരാനാ ദൈവം നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഇതിലൂടെ ഞാൻ തെളിച്ചു പറയാ. വായിച്ചു അപ്പോസ്തല പ്രവൃത്തി 5:28. ആ ജനത്തെക്കുറിച്ച് ആദിമസഭ നമ്മുടെ ഒരു മാതൃകയാണ്. 5:28 ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് നിങ്ങളോട് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു? അമർച്ചയായിട്ട് കൽപ്പിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളോ യെരുശലേമിനെ ഉപദേശം കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഫേസ്ബുക്ക് സ്റ്റാറ്റസ് കൊണ്ട് നിറച്ച നല്ലി പറഞ്ഞേ, വചനം കൊണ്ട് നാടിനെ നിറച്ചെന്ന്. എൻ്റെ പൊന്നു ബ്രദറെ, ഇംഗ്ലണ്ടിൽ ദൈവം കൊണ്ടാക്കിയിരിക്കുന്നത് ഈ നാടിനെ വചനം കൊണ്ട് നിറയ്ക്കാനാണ്. അതും അപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് മറ്റൊരു രാജ്യക്കാർ, അതിൻ്റെ അപ്പുറത്ത് എല്ലാവരെയും കൊണ്ട് ദൈവം തന്നിരിക്കുക. പണ്ട് നമ്മുടെ അപ്പച്ചനും അമ്മച്ചും പ്രാർത്ഥിച്ചത് പാകിസ്ഥാനോട് മനസ്സിലാണ്, ഈ അഫ്ഗാനിസ്ഥാൻ എല്ലാവരും ഇവിടെ ഉണ്ട്. എന്തിനാ തന്നിരിക്കുന്നേ? സ്വോത്രം. ഞാൻ പറയാറുണ്ട്, സഭക്കാരോടെല്ലാം പറയാറുണ്ട്, ഒന്നും പറ്റത്തില്ല. ആ അടഞ്ഞു കിടക്കുന്ന വീടാണ്, അതിൻ്റെ കടകിൻ്റെ അകത്തൂടെ ഒരു ട്രാക്ടർ ഇട്ടു പോരുന്നേക്കാൻ. നിങ്ങൾക്കതിന് സൗകര്യം ഒത്തിരിയാ അല്ലേ? ഇവിടെ പോസ്റ്റ് ഓഫീസും പോസ്റ്റും എല്ലാം ഉണ്ട്. നമ്മളിതൊന്നും കാണാറില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ അപ്പം ഇനി മിണ്ടിപ്പോയേക്കെന്ന് പറഞ്ഞവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവരെന്നെ എടുത്തു. വായിച്ചേ 5-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം, 5:42. എന്താ അവിടെ പറയാ? പിന്നെ ദിനംപ്രതി ദൈവാലയത്തിലും. അടുത്തത് ഇവരങ്ങ് ലിസ്റ്റ് എടുത്തു, ഓട്ടർപ്പട്ടിക എടുത്തു, ആരൊക്കെ ഉണ്ട് ഇവിടെ. എന്നിട്ട് ഒറ്റ വീടും വിടാതെന്തോ പറഞ്ഞു. സ്തോത്രം. ചോര കൊണ്ട് വീണ്ടെടുത്തത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കപ്പെടാൻ. ഈ പക്ഷി 7 പ്രാവശ്യം കുഷ്ഠരോഗി ശുദ്ധീകരിക്കപ്പെട്ടവൻ്റെ മേൽ രക്തം തെളിച്ചേച്ച് ഇതിനെ വെളിവിട്ടു. മനുഷ്യൻ്റെ കയ്യിലകപ്പെട്ട പക്ഷി മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അത് പ്രാണരക്ഷാർത്ഥം പറക്കും. ഒരു പക്ഷിക്ക് 2 ആശ്രയ. ഒന്ന് ഇണ നഷ്ടപ്പെട്ടു. ഇനി ആകപ്പാടെ ഉള്ളത് ഒരു കൂട. അത്തിക്കത്തെ മടന്നുടലെ ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു തോട. ആ തോടിൻ്റെ കരയിൽ ഒത്തിരി കുരുവിക്കൂട് മരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മരത്തെ തന്നെ 10-15 കൂടൊക്കെ. അല്ലെങ്കിലും അങ്ങനെ ആ കുരുവികൾ ഇങ്ങനെ പലയിടത്ത് ഇടങ്ങളായി കൂടുകൾ വെച്ച് താമസിക്കും. ഈ കൂടിൻ്റെ അരികിലോട്ട് തളർന്നു പറന്നത് വരിക. പറന്നകത്തു വന്ന് നോക്കിയപ്പം ഇണയില്ലാത്തതുകൊണ്ട് അത് തീരുമാനിച്ചു, എൻ്റെ ഇണ വരാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല, കൂട്ടിക്കയറത്തില്ല. അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന കുരുകിലിനെയാണ് 102-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ രാജാവ് കാണുന്നത്. രാജാവിന് ഉറക്കിളക്കേണ്ട കാര്യമില്ല, രാജാവിന് തനിച്ചിരിക്കേണ്ട കാര്യമില്ല, രാജാവിന് ഇരുട്ടത്തിരിക്കേണ്ട കാര്യമില്ല. ഈ രാജാവ് തനിച്ചിരിക്കുക, ഈ രാജാവ് ഉറക്കിളക്കുക, ഈ രാജാവ് ഇരുട്ടത്തിരിക്കുക. ഉപമാനമായിട്ട് രാജാവ് പറയുക, രാജ്യം നഷ്ടപ്പെട്ട ഞാൻ ഈ കുരുകിലിൻ്റെ അവസ്ഥയിലാണ്. രാത്രി മുഴുവൻ ഈ കുരുകിലിരുന്ന് ഞാൻ രംഗുക. രാത്രി മുഴുവൻ. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു പ്രത്യേകത, അവർ രാത്രികളെ പകലാക്കി മാറ്റും. അവരിരുന്ന് കരയുക, ഇന്നാരെ കൂടെ വിടുവിക്കണം കർത്താവേ, ഇന്നാരെ കൂടെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നാരൂടെ കർത്താവേ, ഞങ്ങളുടെ ഇന്നാരെ കൂടെ ഒന്ന് വിടുവിക്കണേ.
ശാന്തനാറവരവരവ. ഹല്ലേലൂയ. രാത്രി മുഴുവൻ ഇരുന്ന് ഞരങ്ങുക. പിറ്റേ പ്രഭാതമായി. ഈ പ്രഭാതമായപ്പം മറ്റുള്ളവരെല്ലാം പറയാ, ഇന്നലെ ആ അവറാച്ചൻ്റെ മറിയാമ്മയുടെ കൂടിൻ്റെ ഇവിടെ ഒരു മറുഭാഷയുടെ സൗണ്ട്. അല്ലല്ലോ, അങ്ങനല്ലേ ആദ്യം കേട്ടിട്ടില്ലേ ഇത്? മറിയാമ്മ എന്ന് നിനക്കറിയാമോ? മർത്തോമായിലെ കേട്ടിട്ടില്ല? മറിയാമ്മ എന്ന് നിനക്കറിയാമോ? മർത്തോമായിലെ മറുഭാഷ. അത് പിന്നെ സത്യമായി, പിന്നെ പത്യമായി, പിന്നെ പെന്തക്കോസ്തായി. അവരെല്ലാവരും തിരിച്ചു വന്നു. മറിയാമ്മയുടെ അവറാച്ചൻ്റെ കൂടിൻ്റെ അടുക്ക് എൻ്റെ അച്ഛാ വന്ന് നോക്കിയപ്പോൾ ഒരു പക്ഷി ഇരിക്കുന്നു. ആരാന്നൊന്നും മനസ്സിലാകുന്നില്ല. അടുത്ത് ചെന്നപ്പം മറിയാമ്മയാ, പക്ഷെ ദേഹം മുഴുവൻ എന്തോ ചോരയാ. ഈ എന്നാ കൂട്ടാണേലും ഒരു പക്ഷിയുടെ ദേഹത്ത് ചോര കണ്ടാൽ മറ്റു പക്ഷികൾ എന്താ എടുക്കാൻ തുടങ്ങും? പറ. അതാ കൊത്താൻ തുടങ്ങും. ഏത് ശവോടക്കിനി എന്നാലും, ഏത് കല്യാണത്തിന് എന്നാലും എവിടുന്നേലും ഒരു കൊത്ത് കിട്ടും. എന്നാ കാരണം? അതുകൊണ്ട് അവൻ്റെ ഒരു പെന്തിക്കോസ് കള്ളന്മാര്. എന്നാ കാരണം? അതാ ചോരയുടെ അടയാളം ഉണ്ടെങ്കിൽ എന്തോ കിട്ടും. ഞാൻ ജനിച്ചത് പെന്തിക്കോസിലാണ്, ഞാൻ വളർന്നത് പെന്തിക്കോസിലാണ്. എനിക്ക് പെന്തിക്കോസ് അല്ലാതെ ഒന്നും അറിയത്തില്ല. ഞാൻ ഇന്ന് വരെ സിനിമ കോട്ടടക്കാൻ കണ്ടിട്ടില്ല. ഞാൻ കള്ളുംകുപ്പയെ തൊട്ടിട്ടേ ഇല്ല. ഞാൻ സിഗരറ്റെ തൊട്ടിട്ടില്ല. നിങ്ങളൊരു സ്വോത്രവും പറഞ്ഞില്ല, പറയത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെക്കൊണ്ട് ഞാൻ സ്വോത്രം പറയിപ്പിക്കണം. ഞാൻ ആരെയും കൊന്നേച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടന്നേച്ച് അവിടുന്ന് മനസാന്തരപ്പെട്ട് വന്നാലേ നിങ്ങളെന്ത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ സാക്ഷ്യം ഒന്നും പറയാഞ്ഞേ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, മറ്റേതാണോ സാക്ഷ്യം, ഇതാണോ സാക്ഷ്യം? ഇതാ സാക്ഷ്യം. അതിനെന്നെ സംശയം എന്നാ? 43 വയസ്സിനകത്ത് ഈ മ്ലേച്ഛതയുടെ ഒന്നും പുറകെ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ സാക്ഷ്യം? പക്ഷെ ഞാൻ ജനിച്ചതും ഞാൻ ഇന്നു വരെ ആയതും ഈ അനുഭവത്തിലാണ്. അതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ അമ്മയൊക്കെ ഓരോ ശവടക്കിന് എന്നേച്ച് കരഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് കല്യാണത്തിന് എന്നേച്ചും കരഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ചോരയുടെ അടയാളമുള്ളവൻ എന്ത് കിട്ടും? കൊത്ത് കിട്ടും. അവിടെ ഇരുന്ന് കൊത്തുകൊണ്ടപ്പം ഈ കുരുകിൽ മനസ്സിലായി, ഇവിടെ ഇരുന്ന കൊത്തുകൊണ്ട് ചാകും. എന്നേക്കുമായിട്ട് കൂടുവിടുക. നമ്മുടെ അപ്പച്ചന്മാർ പണ്ട് പാടിയ പാട്ടും പാടിക്കൊണ്ട് നാട് വിട്ടു വീട് വിട്ടു നാമതയാ കൂട്ടം വിട്ടു. അപ്പോൾ ഉള്ളിലൊരു ഭയം, ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും? അപ്പോൾ ഒരു ധൈര്യം ഉള്ളിൽ കയറിയിട്ട് പറയുക, ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും എന്നുള്ള ഭീതി ഒന്നും എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ എൻ്റെ യേശുവിൻ്റെ മാർവിൽ. എന്താ മാർവിൽ ചാരാനുള്ള കാരണം? ക്രിസ്തീയ ജീവിതം മഹാത്മ്യം കണ്ടവർ ഉണ്ട് ബ്രദറെ. ഇതിനകത്തൊരു മഹാത്മ്യമുണ്ട്. അതെന്താണെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. ഇപ്പൊ ഈ കുരുകിൽ നെണയും പോയി, കൂടും പോയി, നാടും പോയി, വീടും പോയി, കൂടും പോയി, ആകപ്പാടെ ഒറ്റപ്പെട്ടു. ഇതിനി എവിടെ ആശ്രയം? ശകാരകൽക്കടകക്ഷസി. ഇതിനെവിടാ ഒരു ശരണം? ആരാ ഇതിനെ സഹായിക്കാനുള്ളത്? ആരാ ഇതിന് ബന്ധമുള്ളത്? ആരാ ഇതിനു വേണ്ടി കരുതുന്നത്? അതിനെ ചിന്തയിലൊരു ചിന്തയുണ്ടായി. ഇന്നലെ എനിക്ക് ഈണം നഷ്ടപ്പെട്ടത് കൂട്ടിവെച്ചല്ല, ആലയത്തിൻ്റെ അരികിലാണ്. അത് അവിടെ ഉണ്ടോന്നറിയാനായിട്ട് തളർന്നു പറക്കുക. തളർന്നു പറന്ന് ചെല്ലുമ്പം ദേണ്ട ആ പ്രാകാരമില്ലേ, യാഗപീഠം, ആലയം, പ്രാകാരത്തിൽ കുറച്ച് തീറ്റിയിരിക്കുന്നു. അല്ലേലും അങ്ങനെ യഹൂദൻ്റെ ഏത് കണ്ടത്തിൽ വിളവുണ്ടായാലും അതിൻ്റെ ആദ്യ ഫലം വരുന്ന സ്ഥലമാണ് ഏത്? ഉറക്കപ്പറ, പ്രാകാരം. ഈ പ്രാകാരത്തിൽ ഈ തീറ്റി കണ്ട് ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. തളർന്നു പറക്കുന്ന പക്ഷി വെള്ളം കുടിക്കാനും തീറ്റി തിന്നാനുമായിട്ട് ഇവിടോട്ട് വന്നിരിക്കുക. ഇതിങ്ങനെ തീറ്റിയെ കൊത്തുമ്പോൾ രണ്ട് പുരോഹിതൻ ഓടിക്കാൻ ഇറങ്ങി വന്നു. പക്ഷെ ഓടിച്ചില്ല. കാരണം എന്താണെന്നറിയോ? കാരണം എന്താ? ഇതിന്റെ ദേഹത്ത് എന്തോ അടയാളമുണ്ട്. ഉറക്കപ്പറ, ചോരയുടെ അടയാളമുണ്ട്. പുരോഹിതൻ അറിയാ, ഇത് ഒറ്റപ്പെട്ട പക്ഷിയാ, എണ നഷ്ടപ്പെടുത്തിയ പക്ഷിയാ, ഇതിന് ലൈസൻസായി ചോര. ഇവിടെ ഇരുന്നോ, ഇവിടെ ഭക്ഷിച്ചോ, ഇവിടെ നിന്റെ കരുതൽ മുഴുവൻ. ഇവിടെ നിനക്ക് നീ അറിയാത്ത വഴികൾ യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമൈതലേ. ഇവർ രണ്ടുപേരും അടുത്ത സഭായോഗത്തിൽ ഒന്നിച്ചുകൂടി പാസ് സാക്ഷിക്ക് സമയം കൊടുത്തു. അപ്പൊ കോരകൂത്രന്മാര് പറഞ്ഞു, ഞങ്ങളുടെ അപ്പനും കൂട്ടനുമല്ല മരണത്തിന്റെ തീക്കകത്തകപ്പെട്ട് ന്യായവിധിക്കകത്തില്ലാതായപ്പോ ഞങ്ങൾ ഇന്നും ജീവനോടിരിക്കുന്നതിന്റെ കാരണം ഈ ആലയത്തിൽ വന്നതുകൊണ്ടാ. ആലയം ഞങ്ങൾക്ക് ജീവൻ തന്ന സ്ഥലമാ. ശാബാരാധാര
ഇത് കേട്ടപ്പോ കുരികില് പറയുകയാ, ഓ ഞാൻ ഒറ്റപ്പെട്ടവനാ, ലക്ഷ്യമില്ലാത്തവനായിരുന്നു, എന്താ എന്റെ സാധ്യത എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ആലയത്തിന്റെ പ്രാകാരത്തിൽ വന്നപ്പോ ഞാൻ അറിയാത്ത ഒരു കരുതല്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരാടെ ഹൃദയത്തിൽ. നിന്റെ കരുതല് നിന്റെ അപ്പന്റെ ബാങ്ക് ബാലൻസ് അല്ല. നിന്റെ കരുതല് നിന്റെ അമ്മ നിനക്ക് വേണ്ടി കരുതലല്ല. നിന്റെ 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 അമ്മായിപ്പന്റെ സ്വത്തല്ല നിന്റെ കരുതല്. പക്ഷ നിനക്ക് വേണ്ടി കരുതുവന്ന് ആര് കരുതും? ഉറക്കപ്പറ. എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട്? ആകാശത്തിന്റെ കിളിവാതില് തുറന്ന് കോരപുത്രന്മാർക്ക് ഈ ആലയം ജീവൻ കൊടുത്തു. കുരികളിൽ ഈ ആലയം കരുതൽ കൊടുത്തു. മീവൽപക്ഷി ഞാൻ പ്രസംഗിക്കുന്നില്ല. ശരിക്കും പ്രസംഗിക്കണ 1 മണിക്കൂർ വേണം. വേണ്ട, എനിക്കും പോകണമല്ലോ, ട്രെയിൻ മിസ്സാകല്ലോ. പക്ഷേ മീവൽപക്ഷിയെ ഞാൻ ഒറ്റ വാക്കി പറയാം, ദേശാടന പക്ഷിയാണ് മീവൽപക്ഷി. മീവൽപക്ഷിയിൽ നിന്നാണ് ഈ ചാവുപക്ഷി സങ്കല്പമൊക്കെ ഉണ്ടായേ. ചാവുപക്ഷി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? മീവൽപക്ഷിക്ക് ഒറ്റ നേതാവേ ഉള്ളൂ. പുറകെ എല്ലാവരും കൂടി ഇങ്ങനെ പറക്കും. നേതാവ് തളരുന്നതിനും വരെ നേതാവ് ഒരാളാണ്. നേതാവ് തളർന്നു കഴിയുമ്പോഴത്തേന് അടുത്ത ആൾ ലീഡർഷിപ്പിൽ വരും. ലീഡർഷിപ്പിൽ വന്നാലും ഇവരൊത്തിരി കിലോമീറ്ററുകൾ പറന്നൊരു സ്ഥലത്തിരുന്നാൽ ഈ മറ്റു പക്ഷികളെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചു പക്ഷികൾ വേണേ ഏറ്റവും മുകളിലത്തെ കൊമ്പേ കയറിയിരിക്കും. അപ്പം വലിയ പക്ഷി അതിനെ കൊത്തി താഴെ ഇറക്കും. എന്തിനാണെന്നറിയാം? ഈ വന്ന കൂട്ടത്തിൽ നേതാവ് വേടൻ്റെ അമ്പയിലോ ലൈൻ കമ്പിയിലോ ഒക്കെ തട്ടിയില്ലാതായിട്ടുണ്ട്. ആ നേതാവിന് വേണ്ടി അവരുടെ എല്ലാ കൂട്ടായ്മകളും അവരുടെ നേതാവിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് അഭിമാനിക്കാൻ. എനിക്ക് പാട്ടും പ്രശംസയും. ഏത് കൂട്ടായ്മയുടെ നടുവിലും എനിക്ക് ഉയർത്താൻ ഒരു നാമമേ ഉള്ളൂ. ശബാരാധ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവര് ഞാൻ ആദ്യം പറഞ്ഞു നേതാവ് വന്ന ശ്രദ്ധിച്ചോണം. ഒരു വയലൊക്കെ കണ്ട അന്നേരം അവരവിടെ ഇറങ്ങി അത് വെളുപ്പിക്കും. വയൽ കണ്ട അന്നേരം ടീം വർക്കായി, പരസ്യമായി, പിന്നെ യഹൂദന്മാർ വരെ പാട്ടോട്ടി. അവർക്കതൊന്നും വിഷയമല്ല. വയൽ കണ്ട അവരിറങ്ങും. ഇപ്പം വയൽ കണ്ടാൽ ആദ്യം താലൂക്ക് കമ്മിറ്റി കൂടും, പിന്നെ ജില്ലാ കമ്മിറ്റി കൂടും, പിന്നെ എല്ലാ കമ്മിറ്റിയും കൂടെ വരുമ്പോഴത്തേന് വയലും കൊണ്ട് പോകേണ്ടവൻ എന്ത് ചെയ്യും? ഒരു വയൽ സ്വന്തമാക്കിയിട്ട് അവർ തിരിച്ചു പറക്കും. ഒരു തോടിങ്ങനെ ചുവന്ന് കിടക്കുന്നു. എല്ലാ തോടും വെളുത്ത് കിടക്കുമ്പം ഈ തോട് മാത്രം എന്ത് ചെയ്യുക? ഏത് തോടാ ഇതെന്നറിയാം? ഇത് കിത്തിരോൻ തോടാ. എന്താ കിത്തിരോൻ തോടിൻ്റെ പ്രത്യേകത? യാഗപീഠത്തിലെ യാഗരക്തം മുഴുവൻ ഒഴുകുന്നത് ഏത് തോട് വഴിയാ? ഇവർ ധാന്യം തിന്നുന്നവർ മാത്രമല്ല, ഇവരെന്തും കഴിക്കുന്നവരാ. ഇവരിരുന്ന് വെച്ചത് കുടിച്ചപ്പോൾ 1-ാം തരം ചോര. ഇവരിത് തീർത്ത് വെച്ചപ്പോൾ എവിടെ തീരാനാ? ആരാധന നടക്കുന്നിടത്ത് വചനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കത്തില്ലേ? ചോദിക്കുക, വിസയും ഇല്ലാതെ, ആധാർ കാർഡും ഇല്ലാതെ, തിരിച്ചറിയൽ കാർഡും ഇല്ലാതെ അലഞ്ഞ് നടന്നവരല്ലേ നമ്മൾ. എന്തിനാ ഇങ്ങനെ അലയുന്നത്? നമുക്ക് നമ്മുടെ പിള്ളേരെ ഇവിടെ കൊണ്ടങ്ങ് പാർപ്പിച്ചാലോ? അവരതിൻ്റെ ഹോസ്റ്റലാക്കി മാറ്റി പിള്ളേർക്ക്. ഏത്? യാഗപീഠത്തിലെ അരികിലൂടെ ഒഴുകുന്ന ആ തോടിൻ്റെ 2 സൈഡ്. പുരോഹിതന് ഇവരെ ഓടിക്കാമെന്ന്, പക്ഷെ ഓടിച്ചില്ല. കാരണം എന്നാ? ഇവർ വരുന്നതിന് മുമ്പ് വരെ ഈ തോട് ക്ലീൻ ചെയ്ത ആൾക്കാരെ നിർത്തിയ. ഇവർ വന്നപ്പോൾ മുതൽ 1-ാം തരമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? തോട് ക്ലീൻ ആകാൻ തുടങ്ങി. പുരോഹിതൻ പറഞ്ഞു നിങ്ങളിവിടെ പാർത്തോ. അങ്ങനെ ഇവരിവിടെ പാർക്കാൻ തുടങ്ങി. ഇവരെല്ലാവരും കൂടിയ സഭായോഗമാണ് ഞാൻ പറഞ്ഞ സഭായോഗം. അപ്പോഴാണ് കോരപുത്രന്മാർ ജീവനെ കുറിച്ച് പറയുന്നത്, കുരികിൽ കരുതലിനെ കുറിച്ച് പറയുന്നത്. ഇത് കേട്ടപ്പം ഈ വെൽപ്പക്ഷി പറയുകയാ, ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു അഡ്രസ്സും ഇല്ലാതെ എവിടെ കൊണ്ട് പാർപ്പിക്കണമെന്നറിയാതെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ അലഞ്ഞു നടന്ന ഞങ്ങൾക്ക് ഉടാവാരാ. എല്ലാരും കൂടെ ഇരുന്ന് പാടുക. സേനയിൽ അധിപൻ ദേവനിൽ അധികായി ആശ്രയം എവനുണ്ടോ ആയവൻ ഏവനിലും അതിധന്യനാ. അപ്പൊ അടുത്തവൻ പറയാ, ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീര് കഴുമരമല്ലാം ഉടാരവരവരവരവരവ ചൈടൽ കടക. ആഴി ഓർക്കാതെ, ആഴമോർക്കാതെ, അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ. അല്ലേ എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം
ഈ കൊച്ചു മീവൽ പക്ഷിയോട് ചേർന്ന്, ഈ കൊച്ചു കുരുകിലിനോട് ചേർന്ന്, ഈ കോരകുപുത്രന്മാരോട് ചേർന്ന് എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം സ്ലൗവിലിരുന്ന് ഉറക്കെ പറയാൻ പറ്റും, ഈ ആലയത്തിൽ വസിക്കുന്നത് ഭാഗ്യമാണെന്ന് പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ പറ. മറക്കരുത്, എന്തോ മറന്നാലും മറക്കരുത്. ഈ ദൈവത്തെ മുറുക്ക പിടിച്ചോണം, ഈ ആലയത്തെ മുറുക്ക പിടിച്ചോണം. ഇവിടെ 3 അനുഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെയാ? 1 ജീവൻ, 2 കരുതൽ, 3 ശരണം. കോരപുത്രന്മാർക്ക് ഇത് ജീവൻ മാത്രം കിട്ടും. കുരികിലിന് ഇത് കരുതൽ മാത്രം കൊടുത്തു. മീവൽ പക്ഷിക്ക് ഇത് ശരണം മാത്രം കൊടുത്തു. കുഞ്ഞെ, നിനക്ക് ജീവൻ തന്നില്ലേ? നിനക്ക് കരുതൽ തന്നില്ലേ? പോരാന്ന് പറഞ്ഞിട്ട് ശരണത്തിൻ്റെ വാഗ്ദത്തം അവൻ തന്നില്ലേ? അങ്ങനെയാണ് ഇന്ന് പകൽ പറ, ശരണം അവൻ തരുത്താൻ ചിറകുകളിൽ പരിചയം പലകയുമായി. യെസ്, തുണ എനിക്ക് യേശുവാ, കുറവെനിക്കില്ല. ഈ ജീവിതയാത്രയിൽ കുറവുകളില്ലാതെ എന്നെ നടത്താൻ ശക്തനായ ദൈവം. സന്തോഷമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തിയ കര ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ആലയവാ. നമുക്ക് ഈ ദൈവത്തിൽ ആശ്രയിക്കാം. എത്ര പേര് ഉറക്കെ പറയും, ഈ ദൈവം എന്നുമെന്നും. പറ പ്രിയപ്പെട്ടവരെ, ഈ ദൈവം എന്നുമെന്നും അവൻ നമ്മെ ഒരിക്കലും കൈവിടത്തില്ല കേട്ടോ. ഒരിക്കലും ഡോണ്ട് ഗിവ് അപ്പ്, വിട്ടുപോകരുത് ഒരിക്കലും. ദൈവം നിന്നെ കൈവിടത്തില്ല. കർത്താവ് നിന്റെ കൂടുണ്ട്. നിന്റെ ആവശ്യം പറഞ്ഞപ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴി തുറക്കും. ദൈവം നിന്നെ നടത്തും. എവിടെ വരെ? മഹത്വത്തിലെത്തുന്നിടം വരെ ആലോചനയാൽ നടത്തുന്ന ദൈവം. കണ്ണുകളടയ്ക്കാം. കർത്താവേ, അങ്ങയുടെ ദാസൻ എന്ന അധികാരത്തിൽ, എനിക്ക് ദൈവം തന്ന സുവിശേഷ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ സഭയും ഇവിടുത്തെ കർത്തൃദാസന്മാരെ, ഇവിടുത്തെ ദൈവമക്കളെയും മനസ്സ് തുറന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ 2 ദിവസം ഇവരുടെ കൂടെയുള്ള കൂട്ടായ്മ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ദൈവം ഇവരുടെ സ്നേഹം ഒത്തിരി അനുഭവിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. രുചികരമായ ആഹാരം തന്നല്ലോ. എല്ലാ കരുതലിനും കൂട്ടായ്മയ്ക്കും അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഞാൻ ഒത്തിരി തൃപ്തനാ കർത്താവേ. നിന്റെ നാമം ചൊല്ലി ഈ ജനത്തെ അനുഗ്രഹിച്ചു പോവാ. ഇവരുടെ കരുതലായി, ഇവരുടെ ശരണമായി, ഇവരുടെ ആശ്രയമായി അങ്ങയുടെ സന്നിധി ഇരിക്കട്ടെ. ഞാനിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സജി പാസ്റ്റർ കുടുംബം, മറ്റ് കർത്തൃദാസന്മാർ, ദൈവമക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു. ഇനി ഭൂമിയിൽ ഞങ്ങൾക്കൊരു കൂടിക്കാഴ്ച ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയട്ടെ, ഞങ്ങളുടെ ദൈവം ജീവൻ തരുന്ന ദൈവമാണെന്ന്, ഞങ്ങളുടെ ദൈവം കരുതലിൻ്റെ ദൈവമാണെന്ന്, ഞങ്ങളുടെ ദൈവം ശരണം തരുന്ന ദൈവമാണെന്ന് പറയാൻ പ്രാപ്തരാക്കണേ. നിന്റെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ അവസരമൊരുക്കിയ കർത്തൃദാസനും സഭയ്ക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.